ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. വാണിജ്യ സിലിണ്ടർ വിലവർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ സമരത്തിലേക്ക്. മെയ് 6 സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. ഇതോടെ ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച് സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില 3000 കടന്നു. പ്രവർത്തന ചെലവിന്റെ പേരിൽ ഹോട്ടലുകൾ വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ഉപഭോക്താക്കൾക്കും അത് വലിയ തിരിച്ചടിയാകും. എന്നാൽ ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടിയിട്ടില്ല. LPG നിയന്ത്രണം കാരണം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ പതുക്കെ സാധാരണ നിലയിലേക്ക് വരുന്നതിനിടയിലാണ് അടുത്ത ആഘാതം. നേരത്തെ സിലിണ്ടറിന് 100-150 രൂപയുമൊക്കെയാണ് കൂട്ടാറെങ്കിൽ ഇക്കുറി ഒറ്റയടിക്ക് 993 രൂപയാണ് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ കൂട്ടിയത്. രാവിലെ ഹോട്ടലുകൾ തുറന്ന പല സംരംഭകരും വർധനയുടെ വാർത്ത കേട്ട് ഞെട്ടി. കേരളത്തിൽ വാണിജ്യ സിലിണ്ടർ വില 3000 രൂപ കടന്നു. പുതുക്കിയ വർധന പ്രകാരം തിരുവനന്തപുരത്ത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 3106 രൂപയായി. കൊച്ചിയിൽ 3085 രൂപ. കോഴിക്കോട് വില 3117 രൂപയെത്തി. ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ തുടങ്ങിയവയൊക്കെ വർധന സാരമായി ബാധിക്കും. ഒരു സ്വയം തൊഴിൽ മേഖല എന്ന നിലയിൽ ഇതൊരു ആവശ്യ സർവീസായി സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ട് ഹോട്ടൽ മേഖലയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ട ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഒറ്റയടിക്കാണ് 1000 രൂപ ഒരു കുറ്റിക്ക് കൂടിയിരിക്കുക. ഒരു കിലോ ഗ്യാസിന് 200 രൂപ ഏകദേശം വില വന്നു കഴിഞ്ഞു. 200 രൂപ വില വന്നു കഴിഞ്ഞാൽ 20 രൂപയ്ക്ക് ഒരു ചായ വിറ്റാൽ പോലും ആ ഗ്യാസ് മുതലാകാത്ത അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലില്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിന് മുന്നിട്ടിറങ്ങി ഇതിന് സഹായ വാഗ്ദാനം ചെയ്തിട്ടില്ല എങ്കിൽ ഈ മേഖല പാടെ തകർന്നു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവർത്തന ചെലവ് കൂടുമെന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാൻ ഹോട്ടലുകാർ നിർബന്ധിതരായേക്കും. വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ദിവസവും ഹോട്ടലുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന തൊഴിലാളികൾ, മറ്റ് ദിവസവേതനക്കാർ, വിദ്യാർത്ഥികൾ, ഹോസ്റ്റലിൽ നിൽക്കുന്നവർ തുടങ്ങിയവരുടെയെല്ലാം കീശ കീറും. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾക്ക് തൽക്കാലം വില കൂട്ടിയിട്ടില്ല. ലഭ്യതക്കുറവ് കാരണം സിലിണ്ടറുകളുടെ വിതരണത്തിനും നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.